ഹായ്, ഗ്രീറ്റിംഗ്സ് ഡിയർ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയുടെ മറ്റൊരു സെഷനാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലണ്ടർ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നതാണ്. കാലണ്ടർ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ദോ ചെറിയ ചില ട്രിക്കുകൾ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ് കാലണ്ടർ പ്രോബ്ലംസ്. സോ കാലണ്ടർ പ്രോബ്ലത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം തരാം. ഒരു എക്സാമ്പിൾ: It was Sunday on January 1, 2006. What was the day on January 1, 2010? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കലണ്ടർ പ്രോബ്ലത്തിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്നത്. ഇതേപോലെ തന്നെ മറ്റ് ഡേയ്സ് വരുന്ന ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കലണ്ടർ പ്രോബ്ലത്തിൽ അത് വരാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്നും. സിമ്പിൾ എന്ന് പറയാം, ടെക്നിക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സോ നമ്മൾ ഒരു കലണ്ടർ പ്രോബ്ലം മനസ്സിലാക്കുന്നതിന് മുമ്പ് 4 ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ബേസിക് കൺസെപ്റ്റ് ആണ് ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലണ്ടർ ഇയറിൽ, അതായത് 365 ഡേയ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര 7 കൊണ്ട് എത്ര വീക്സ് ഉണ്ട്, വീക്സ് കഴിഞ്ഞിട്ട് എത്ര ബാലൻസ് വരുന്നുണ്ട്, ആ ബാലൻസിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 365-ൽ 364 എന്ന് പറയുന്നത് 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ബാലൻസ് വരുന്ന 1 ഡേ ആണ് ഓഡ് ഡേ. ക്ലിയർ ആണോ? ഓഡ് ഡേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഓഡ് ഡേ വെച്ചിട്ടാണ് നമ്മൾ ആ ഡേയ്സ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 7 വെച്ച് ഡിവിസിബിൾ ആകാവുന്ന നമ്പർ ആൻഡ് ദി ബാലൻസ് റിമൈനിങ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ ഓഡ് ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 15 ഡേയ്സ് ആണെങ്കിൽ ഇതിൽ ഓഡ് ഡേ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 14 എന്ന് പറയുന്നത് 7 വെച്ച് ഡിവിസിബിൾ ആണ്. റിമൈൻഡർ ആയിട്ടുള്ള 1 ഡേ ആണ് ഓഡ് ഡേ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ലീപ്പ് ഇയർ. ഓരോ 4 വർഷം കൂടുമ്പോഴും ഒരു 366 ഡേയ്സിന്റെ ഇയർ ഉണ്ടായിരിക്കും, വിച്ച് വിൽ ബി, അതായത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 4 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ വർഷവും ലീപ്പ് ഇയർ ആയിരിക്കും. അതായത് 2000 ഒരു ലീപ്പ് ഇയർ ആണ്, ബിക്കോസ് 4 വെച്ച് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2004 ലീപ്പ് ഇയർ ആണ്, 2012 ലീപ്പ് ഇയർ, 8, 2012 അങ്ങനെയുള്ള ലീപ്പ് ഇയേഴ്സ് എല്ലാം നമുക്ക് കിട്ടും. സോ രണ്ടാമത്തെ കൺസെപ്റ്റ് ലീപ്പ് ഇയർ ആണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് ഓർഡിനറി ഇയർ. ലീപ്പ് ഇയർ അല്ലാതെ സാധാരണ വരുന്ന 365 ഡേയ്സിന്റെ ഇയറുകളെല്ലാം ഓർഡിനറി ഇയർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. നാലാമത്തെ കൺസെപ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്, കൗണ്ടിങ് ഓഫ് ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു ഒരു 1 ഓർഡിനറി ഇയർ 365 ഡേയ്സ് ഉള്ള ഒരു ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യാം. അതായത് ഒരു വർഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ വർഷത്തിൽ 365 ഡേയ്സ് ആണുള്ളത്. 365 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 വീക്സ് ആണ്. 7 ദിവസം വീതമുള്ള 52 വീക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ 52 വീക്സ് കഴിയുമ്പോൾ റിമൈൻഡർ ആയിട്ട് വരുന്നത്, അതായത് 52 വീക്സ് എന്ന് പറയുമ്പോൾ 52 into 7, 364 ഡേയ്സ് വരും. 364 ഡേയ്സ് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് 1 ഡേ ആണ്. അതായത് ഒരു ഓർഡിനറി ഇയറിൽ നമുക്ക് കിട്ടുന്ന ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ഡേ ആണ്. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ ലീപ്പ് ഇയറിൽ എടുത്തു കഴിഞ്ഞാൽ, ലീപ്പ് ഇയർ 366 ഡേയ്സ് ഉണ്ട്. 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വരുന്നത് എഗെയിൻ 52 ആഴ്ചകൾ. 52 വീക്സ് ആകുമ്പോൾ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സെയിം ഫിഗർ 364 ഡേയ്സ് ആണ്. 364 ഡേയ്സ് ആണ് ഒരു വർഷത്തിൽ നമുക്ക് വരുന്നത്. ഈ 364 ഡേയ്സ് കഴിഞ്ഞാൽ ലീപ്പ് ഇയർ ആണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ഡേയ്സ് ആണ്. ഈ 2 ഡേയ്സ് ആണ് നമ്മുടെ ഓഡ് ഡേ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ നമുക്കൊരു 100 വർഷത്തെ ഓഡ് ഡേ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. 100 വർഷത്തേക്കുള്ള ഓഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒരു 100 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 100 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ
100 ഇയേഴ്സിൽ 4 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഫിഗേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അതായത് 24 ലീപ്പ് ഇയറും ദെൻ 76 ഓർഡിനറി ഇയേഴ്സുമാണ് 100ൽ വരുന്നത്. ഓക്കെ, ഇതെപ്പോഴും ഓർത്തേക്കുക. 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയറുമാണ് ഓരോ 100 ഇയേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വരിക. സോ 24 ലീപ്പ് ഇയറിൽ നമ്മളുടെ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിലെ ഓഡ് ഡേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു, 2 ഡേയ്സ് ആണ്. നമ്മൾ ജസ്റ്റ് ബിഫോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. 2 ഡേയ്സ് ആണ് ലീപ്പ് ഇയറിൽ വരുന്നത്. ദെൻ ബാക്കിയുള്ള 76 ഓർഡിനറി ഇയേഴ്സിനകത്ത് വരുന്നത് 1 ഡേ ആണ്. ഓക്കെ, സോ നമ്മൾ 100 ഇയേഴ്സിലേക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബിഫോർ ദാറ്റ് ഇത് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. കലണ്ടർ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കൺസെപ്റ്റ്സ്. സോ 24 into 2 that will be 48 plus 76 into 1 76. ടോട്ടൽ ചെയ്യുമ്പോൾ 124 ഡേയ്സ്. ഈ 124 ഡേയ്സിനകത്ത് 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര പോർഷൻ ഉണ്ടെന്ന് നോക്കുക. അതായത് ഒരു 100 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് 124 ഡേയ്സ് ആണ്. ഇവൻ ഈ 124ലും 7ന്റെ കോമ്പോണന്റ് അടക്കുന്നുണ്ട്. അതുകൊണ്ട് 7 വെച്ച് ഡിവിസിബിൾ ആകാവുന്ന ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഉള്ള ഫിഗർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ 124 7 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 154. 7 ഡിവിസിബിൾ അല്ല. ഓക്കെ, സോ 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ചെയ്യാവുന്നത് നമ്മൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആണെങ്കിൽ നമുക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഇപ്പോൾ 7 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ആണ്. ദെൻ 7 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 35. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 105 ആയി. സോ 15 അല്ല, 15ൽ കൂടുതലുണ്ട്. 16 ആകുമ്പോൾ 3 ആയി. 16 ആകുമ്പോൾ 112 ആയി. ദെൻ 17 ആകുമ്പോൾ 119. സോ 17 പ്രാവശ്യം. ഇനി ഒരു തവണ കൂടി എടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ 7 ഇല്ല. സോ 17 ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മളിപ്പോ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സി, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുവാണ് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. നമ്മൾ 100 ഇയേഴ്സ് എടുക്കുന്നു. 100 ഇയേഴ്സിൽ 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയേഴ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. സോ ഈ 24 ലീപ്പ് ഇയറിൽ നമ്മൾ പറഞ്ഞു ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 2 ദിവസമാണ്. അതേപോലെ ഓർഡിനറി ഇയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓർഡിനറി ഇയറിൽ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1 ഡേ ആണ്. ഓക്കെ, സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് ഓരോ വർഷത്തെയും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 2 ഫിഗറും ആഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 into 2 that will be 48. Then 76 into 1 എന്ന് പറയുമ്പോൾ 76 തന്നെ കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 70 plus 40 110, 110 180 124. 124 ദിവസങ്ങളാണ് ടോട്ടൽ വരുന്നത്. 124 ദിവസങ്ങൾ ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ 124 ദിവസങ്ങളിൽ 7 വെച്ച് ഡിവിസിബിൾ ആണ്. സോ 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ഫിഗർ കണ്ടുപിടിക്കുക. റിമൈൻഡർ ആണ് നമ്മുടെ ഓഡ് ഡേയ്സ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 124 ദിവസങ്ങൾ 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ഫിഗർ കണ്ടെത്താൻ വേണ്ടി റാൻഡം ഫിഗർ കൊണ്ട് 7 into 17 എത്രയാന്ന് നോക്കുക. യു വിൽ ഗെറ്റ് 119. ഇനി 18 നോക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഫിഗർ ഇല്ല. സോ 119 കിട്ടി. ഈ 119 വരെ ഡിവിസിബിൾ ആണ്. റിമൈൻഡർ ആയിട്ടുള്ള 5 ഡേയ്സ് ആയിരിക്കും ഈ 100 ഇയേഴ്സിലെ ഓഡ് ഡേയ്സ്. ക്ലിയർ ആണോ? 5 ദിവസമായിരിക്കും 100 ഇയേഴ്സിലെ ഓഡ് ഡേയ്സ് ആയിട്ട് വരിക. ഓക്കെ, 100 ഇയേഴ്സിൽ 5 ഡേയ്സ് ആണ് ഓഡ് ഡേ എങ്കിൽ 200 ഇയേഴ്സിൽ എത്ര ദിവസങ്ങളായിരിക്കും ഓഡ് ഡേ? നോക്കാം. 100 ഇയേഴ്സിൽ ഓഡ് ഡേ എന്ന് പറയുന്നത് 5 ഡേയ്സ് ആണ്.
200 ഇയേഴ്സിൽ ഓഡ് ഡേ എന്ന് പറയുന്നത് 2 into 5, that will be 10 days ആണോ? 10 days എന്ന് പറയാൻ പറ്റില്ല. അഗെയിൻ 7 ഡിവിസിബിൾ ആണ്. 7 ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. -7. ഇവിടെ 7 ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് 7 ആണ്, 10 ആയതുകൊണ്ട്. സോ ബാലൻസ് റിമൈൻഡർ 3 days ആയിരിക്കും ഓഡ് ഡേ ആയിട്ട് വരിക. ഇനി 300 days ആണെങ്കിലോ, 300 years ആണെങ്കിലോ, 300 years ആണെങ്കിൽ 3 into അഗെയിൻ 5 ചെയ്യുക, 15 തൊട്ട് മുമ്പുള്ള 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ 14 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 1 day ആണ്. ഓക്കെ, ദെൻ 400 years ആണെങ്കിൽ അഗെയിൻ 4 into 5 എന്ന് പറയുമ്പോൾ ഓക്കെ, 4 into 5 ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ അതിനകത്ത് ലീപ്പ് ഇയർ ആണ്, റൈറ്റ്? ലീപ്പ് ഇയർ ആകുമ്പോൾ ഒരു അഡീഷണൽ ഡേ വരുന്നുണ്ട്. അഡീഷണൽ ഡേയുടെ ലീപ്പ് ഇയറിന്റെ നമ്പർ എത്ര നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ലീപ്പ് ഇയറിലും 2 വരുന്നുണ്ട്. സോ ദാറ്റ് 400 years ആകുമ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ ചെറിയൊരു ഡിഫറൻസ് വരും. 400 years കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 4 into 400 yearsന്റെ 4 into 5 ഒരു അഡീഷണൽ ഡേ വരുന്നുണ്ട്. അഡീഷണൽ ഡേക്ക് വേണ്ടി 1 കൂടി ആഡ് ചെയ്തു. സോ ടോട്ടൽ 21 വരും. 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ 21 തന്നെയാണ്. സോ 0 ഓഡ് ഡേ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 400 years എന്ന് പറയുമ്പോൾ അതൊരു ലീപ്പ് ഇയർ ആണ്, ബിക്കോസ് 4 വെച്ച് ഡിവിസിബിൾ ആണ്. ലീപ്പ് ഇയർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒരു അഡീഷണൽ ഡേ, ഓരോ 400 yearsലും ഒരു അഡീഷണൽ ഡേ എക്സ്ട്രാ വരും. ആ ഒരു അസംഷന്റെ ബേസിൽ നമ്മളിവിടെ 4 into 5 ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു 1 ഓഡ് ഡേ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 21 days ആണ് ടോട്ടൽ വരിക. 21 - 21 0 ഓഡ് ഡേയ്സ്. ഇത്രയുമാണ് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ഫിഗറും ഇതനുസരിച്ചായിരിക്കും. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് 100 years വരുമ്പോൾ 5 ഓഡ് ഡേയ്സ് ആണ് നമുക്ക് വേണ്ടത്. 200 yearsന്റെ ഗ്യാപ്പ് ആണ് വരുന്നതെങ്കിൽ 3 ഓഡ് ഡേയ്സ് വേണം. 300 years ആണെങ്കിൽ 1 ഓഡ് ഡേ. 400 years ആണെങ്കിൽ 0 ഓഡ് ഡേ. ഇനി ഇൻ അഡീഷൻ ടു ദിസ്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ 400 yearsന് 0 ഓഡ് എന്ന് പറഞ്ഞു. അതായത് 400ന്റെ ഏതൊരു മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാലും, അതായത് 400 ആയിക്കോട്ടെ, 800 ആയിക്കോട്ടെ, ദെൻ 1200 ആയിക്കോട്ടെ, 1600 ആയിക്കോട്ടെ, 2000, അതായത് നമ്മുടെ ഇയർ 2000 ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഓഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തൊട്ട് മുമ്പുള്ള ഇയർ എന്ന് പറയുന്നത് 2000 ആണ്. ആ 2000 ഓഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് ഓർത്തേക്കുക. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. സോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രോബ്ലം തന്നെ നമുക്കൊന്ന് ഇനി ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു പോർഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം മൊത്തം ചെയ്യാം. ഇതുവരെ മനസ്സിലാകാത്തവർക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവും. പ്രോബ്ലത്തിൽ നിന്നും ഇനി കണ്ടിന്യൂ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇറ്റ് വാസ് എ സൺഡേ ഓൺ January 1st, 2006. വാട്ട് വാസ് ദി ഡേ ഓൺ January 1, 2010? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ വരുന്ന ഡേ, ഐ മീൻ ഇയർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. ആദ്യം 2006 വരുന്നുണ്ട്. ദെൻ 2006ലെ ഓഡ് ഡേ എന്ന് പറയുന്നത് എത്ര നമുക്കറിയാം. ഇത് നോർമൽ ഇയർ ആണ്, 1 ഓഡ് ഡേ ആണ് വരിക. 2007 അഗെയിൻ നോർമൽ ഇയർ ആണ്, 1 ഓഡ് ഡേ. 2008 എന്ന് പറയുന്നത് 4 വെച്ച് ഡിവിസിബിൾ ആണ്, അതായത് ഇതൊരു ലീപ്പ് ഇയർ ആണ്. സോ 2 ഓഡ് ഡേയ്സ് വരും. ദെൻ 2009 എന്ന് പറയുന്നത് ഓർഡിനറി ഡേ ആണ്. സോ 1 ഓഡ് ഡേ ആണ് വരിക. ഓർഡിനറി ഇയർ ആയതുകൊണ്ട് 1 ഓഡ് ഡേ.
സോ ഇത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഓരോ വർഷത്തെയും ഓഡ് ഡേയ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബേസിക് തിങ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ഓരോ വർഷത്തിലെയും ഓഡ് ഡേ എത്രയാണെന്ന് നമ്മുടെ നമുക്കിപ്പോൾ അറിയാം. ഈ ഓഡ് ഡേയ്സ് ഒന്ന് ആഡ് ചെയ്യാം. അതായത് 1 2 3 4 5 ഡേയ്സ് ആണ് ടോട്ടൽ ഓഡ് ഡേ ആയിട്ട് വരുന്നത്. ഓരോ വർഷവും എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതായത് 2006 വരുന്നത് 1 ഡേ, 2007 അഗെയിൻ 1 ഡേ ആണ്, 1 ഓഡ് ഡേ ആണ്. 2008 ആയപ്പോൾ 2 ഓഡ് ഡേയ്സ് ആയി, ബിക്കോസ് ഓഫ് ലീപ് ഇയർ ആയിരുന്നു. ദെൻ 2009 ആയപ്പോൾ 1 ഓഡ് ഡേ. ടോട്ടൽ ഡേയ്സ് വരുന്നത് 5 ഓഡ് ഡേയ്സ് ആണ് എക്സ്ട്രാ വരുന്നത്. നമ്മളുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് January 1, 2006 ആയിരുന്നു. ഇവിടെ നിന്നും 5 ഡേയ്സ് ആഡ് ചെയ്യാം. January 1 എന്ന് പറയുന്നത് സൺഡേ ആണെങ്കിൽ എത്രയായിരിക്കും 5 ആഡ് ചെയ്താൽ കിട്ടുന്നത്? അതാണ് നമ്മുടെ ആൻസർ. January 1 എന്ന് പറയുന്നത് സൺഡേ ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 5 ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഫ്രൈഡേ. സോ January 1, 2010 എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ബേസിക് തിങ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ബേസിക് തിങ്സ്, അതായത് ഓഡ് ഡേ കൺസെപ്റ്റ്, ദെൻ ലീപ് ഇയർ, ഓർഡിനറി ഇയർ, കൗണ്ടിങ് ഓഫ് ഓഡ് ഡേയ്സ്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു പ്രോബ്ലം കൂടി അറ്റൻഡ് ചെയ്യാം. ഇവിടെ മോഡൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, പക്ഷേ നമുക്ക് ഉപയോഗിച്ച മെത്തേഡ് സെയിം ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. വാട്ട് വാസ് ദി ഡേ ഓൺ ദി വീക്ക് day of the week on 28th May 2006. റാൻഡം ആയിട്ടൊരു സ്പെസിഫിക് ഡേറ്റ് തന്നിരിക്കുകയാണ്, 28th May 2006. അത് ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ചോദ്യം. നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ടായിരുന്നു, ആ ബേസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു ബേസ് ഇല്ല, സോ കാൽക്കുലേഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തേ പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, നമ്മുടെ ബേസിക് നോളജ് എന്ന് പറയുന്നത് 1600 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 0 ആണെന്ന് നമുക്കറിയാം, റൈറ്റ്? ഓഡ് ഡേയ്സ് 0 ആണ്. അതേപോലെ 400 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 ഇയേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 0 കിട്ടും. അതായത് ഇതിന്റെ മീനിങ് 2000, നമ്മുടെ ഇയർ 2000 എന്ന് പറയുന്നത് 0 ഓഡ് ഡേയ്സ് ഉള്ള ഇയർ ആണ്. ക്ലിയർ? 2000 എന്ന് പറയുന്ന ഇയർ 0 ഓഡ് ഡേയ്സ് ഉള്ള ഇയർ ആണ്. സോ 2000 അപ് ടു 2000 വരെ ഓഡ് ഡേയ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇനി 2000 തൊട്ട് മെയ്യിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന് മുമ്പത്തെ 5 വർഷങ്ങൾ എടുക്കാം. നെക്സ്റ്റ് 5 ഇയേഴ്സ്, അതായത് 2000, 2001, 2002, 2003 അങ്ങനെ 2005 വരെ വരുന്ന 5 വർഷങ്ങൾ. 5 വർഷങ്ങളിലേക്കുള്ള ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, 5 വർഷങ്ങൾ ആയതുകൊണ്ട് ഇതിനിടയിൽ ഒരു 4 ഓർഡിനറി ഇയേഴ്സും ഒരു ലീപ്പ് ഇയറും ചേർന്നതാണ് എല്ലാ 5 ഇയേഴ്സും. നമുക്ക് അങ്ങനെ എടുക്കാമല്ലോ, നോ ഇഷ്യൂസ്. സോ 4 ഓർഡിനറി ഇയേഴ്സും ഒരു ലീപ്പ് ഇയറും. ഓർഡിനറി ഇയറിൽ 4 × 1, ലീപ്പ് ഇയറിൽ 1 × 2. ഇതാണ് ഓഡ് നമ്പർ. ഓർഡിനറി ഇയേഴ്സിൽ ഒരു ഓഡ് ഡേയും ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സുമാണ് ഉള്ളത്. സോ ഇവിടെ വേണ്ടത് 4 + 2, ടോട്ടൽ 6 ഓഡ് ഡേയ്സ് ആണ് ഏതിലുള്ളത്? മെയ് 2006 വരെ അല്ല, ഡിസംബർ 2005 വരെ. അതായത് 2000 തൊട്ട് 2005 വരെയുള്ള ടൈം പീരീഡിൽ 6 ഓഡ് ഡേയ്സ്. 2000 വരെ 0 ഓഡ് ഡേയ്സ്, 2000 തൊട്ട് 2005 വരെ 6 ഓഡ് ഡേയ്സ്. ഇനി നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും ഓരോ മാസവും. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, ജാനുവരി ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട്? 31 ഡേയ്സ്. ഫെബ്രുവരി ഏതാ വർഷം? ലീപ്പ് ഇയർ ആണോ? അല്ല, 2006 ആണ്. ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് 28 ഡേയ്സേ ഫെബ്രുവരിയിലുള്ളൂ. മാർച്ച് 31 ഡേയ്സ്, ഏപ്രിൽ 30 ഡേയ്സ്, മെയ് എന്ന് വരെയുണ്ട് 28th വരെയാണ്. സോ 28 ഡേയ്സ്. ജസ്റ്റ് ആഡ് ചെയ്യുക ടോട്ടൽ നമ്പർ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. $148 ആണ് കിട്ടുന്നത്. 148
148 നമുക്ക് കിട്ടുന്നു. 148-നകത്ത് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 148 ആയതുകൊണ്ട് ഈസിയാണ്. 20 വെച്ച് 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 140 കിട്ടുന്നു. 21 കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 147, റൈറ്റ്? സോ 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് 21 ആണ്. അതായത് 147 ആണ് വരുന്നത്. 147 ഇതിൽ നിന്നും മൈനസ് ചെയ്യാം. ബാലൻസ് വരുന്നത് 1 ഡേ ആണ്. ഈ 1 ഓഡ് ഡേയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ഡേയ്സ് എടുക്കുക കൗണ്ട് ചെയ്യാൻ വേണ്ടി. ആദ്യം നമുക്കൊരു 0 കിട്ടിയിരുന്നു, 0 ഡേ. രണ്ടാമത് നമ്മൾ 6 ഡേ കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്ക് 1 ഡേ കിട്ടി. അതായത് 7 ആണ് വരുന്നത്. 7 ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഡേയും ആഡ് ചെയ്യേണ്ട, സെയിം ഡേ തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ എല്ലാ വീക്കും ബിഗിൻ ചെയ്യുന്നത് സൺഡേയിലാണ്. സോ സെയിം ഡേ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മെയ് 28, 2006 എന്ന് പറയുന്ന ഒരു സൺഡേ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം ചെയ്ത വേയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഒന്നും കൂടി ബ്രീഫ് ചെയ്യാം. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് 2006 മെയ് 28 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നായിരുന്നു. അതിനുവേണ്ടി നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത ഈ ലെക്ചറിന്റെ ആദ്യം തന്നെ നമ്മൾ അതിന്റെ മെത്തേഡ് നോക്കിയിട്ടുണ്ട്. ലെക്ചറിന്റെ ആദ്യം നമ്മൾ പറഞ്ഞത് ഓരോ 1600 ഇയേഴ്സിലും 0 റിമൈൻഡർ ആണ് വരിക, അതായത് 0 ഓഡ് ഡേയ്സ് ആണ് വരിക. അതേപോലെ 400 ഇയർ ആഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും 0 ഓഡ് ഡേ കിട്ടും. അതുകൊണ്ട് 1600ഉം 400ഉം 2000 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0 ഓഡ് ഡേയ്സ്. അവിടെ 0 ഓഡ് ഡേ നമുക്ക് ആദ്യമായിട്ട് 2000 വരെയുള്ള ടൈം പീരീഡിൽ 0 ഓഡ് ഡേ കിട്ടി. അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചത് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കാണ്. അതായത് 2000 തൊട്ട് 2005 വരെ വരുന്ന ടൈം പീരീഡിൽ 5 വർഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ലീപ്പ് ഇയർ ഉണ്ടാവും. ആ ഒരു ലീപ്പ് ഇയറും 4 ഓർഡിനറി ഇയറുമായിട്ട് നമ്മൾ എടുക്കുന്നു. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഓഡ് ഡേയ്സും ഓർഡിനറി ഇയർ ആണെങ്കിൽ 1 ഓഡ് ഡേയുമാണ് ഉള്ളത്. സോ 4 ഇൻറ്റു 1 ഓഡ് ഡേ, 1 ഇൻറ്റു 2 ഓഡ് ഡേ, യു ഗെറ്റ് 4 + 2, 6 ഓഡ് ഡേയ്സ് ആണ് ഈ കാൽക്കുലേഷനിൽ 5 വർഷത്തിനിടയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ബാക്കി മെയ് 28 വരെ വരുന്ന ടൈം പീരീഡ്. അതിനുവേണ്ടി വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് ഓരോ ഡേയും നമ്മൾ ആഡ് ചെയ്യുന്നു. ജാനുവരിയിൽ 31 ദിവസമാണ്, ഫെബ്രുവരി, അങ്ങനെ ഓരോ ദിവസവും അപ് ടു മെയ് 28 വരെയുള്ള 28 ഡേയ്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുവരെയുള്ള എല്ലാ ഡേയ്സും ആഡ് ചെയ്തു. നമുക്ക് കിട്ടിയത് 148 ആണ്. 148ന് ഏറ്റവും അടുത്ത് 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് നോക്കുക. തൊട്ട് മുമ്പായിട്ട് വരുന്നത് അത് 147 ആണ്. സോ 148 - 147, 1 ഓഡ് ഡേ കിട്ടി. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 3 ഓഡ് ഡേയ്സ് കാണാം. 0 ഓഡ് ഡേ വന്നിട്ടുണ്ട്, 6 ഓഡ് ഡേ വന്നിട്ടുണ്ട്, ദെൻ 1 ഓഡ് ഡേ വന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക, യു ഗെറ്റ് 7. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും സൺഡേയിലാണ്. സോ 7 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സൺഡേ കിട്ടും. സോ 28 മെയ് എന്ന് പറയുന്നത് സൺഡേ ആണ്. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഇതിനകത്ത് ചെയ്യും. ഈ ലെക്ചർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും സജഷൻസോ കംപ്ലൈൻസോ എന്തെങ്കിലും ഒരു അഡീഷണൽ രീതിയിലുള്ള ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇൻബോക്സ് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. താങ്ക് യു വെരി മച്ച്.